ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ നാട്ടിലും മഴയുണ്ട്. ഇവിടെ പെരും മഴയാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഒരു സന്ധ്യ സമയത്ത് തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ ഇത് 5 മണിയായിട്ടുണ്ട്. ഈ സമയം വരെ ഈ മഴ തന്നെയാണ്. ഭയങ്കര മഴ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് മെയ് 20. ഈ വീഡിയോ എപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമിഴിലാണിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്ന് മെയ് 20 അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ ഈ വീഡിയോ എപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ മെയ് 20 എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ബർത്ത്ഡേൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനമ്മക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നത്. അത് കാണാത്തവർ പോയിട്ടൊന്ന് ആ ഷോർട്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. അപ്പോൾ പറയുന്ന അപ്പോൾ ഭയങ്കര മഴയാണ് കേട്ടോ. സമയം ഞാൻ പറഞ്ഞില്ല 5 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ അമ്മേൻ്റെ ബർത്ത്ഡേ അല്ലേ. അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. മാക്രി പായസമാണ് കേട്ടാക്കുന്നത്. പിറന്നാളിലെല്ലാം വെക്കുന്നത്. അപ്പം ഞാൻ ചുഴലിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയം മുതലേ നമ്മൾ ഉണ്ണിക്കുട്ടനല്ലേ മാമൻ്റെ മോൻ, അവൻ പറയുന്നുണ്ട് ചേച്ചി മാക്രി ഉണ്ടാക്കിത്താന്ന്. അപ്പോൾ നമ്മുടെ നന്ദു പിന്നെ ഓനോട് മാക്രീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും. പിന്നെ ഇങ്ങനെ ഒരു മാക്രി പായസം ഉണ്ട്. അവർക്ക് മാക്രി എന്ന് വെച്ചാൽ തവളയാണ് കേട്ടോ. തവളേനെയാണ് മാക്രി എന്ന് പറയുക. പക്ഷേ നമ്മുടെ അങ്ങോട്ടേക്കെല്ലാം മാക്രി പായസം, അത് നമ്മൾ അരിയെല്ലാം പൊടിച്ചിട്ട് പിറന്നാളിലാക്കുന്ന ഒരു പായസമാണ്. അപ്പോൾ എന്നോട് വന്നന്ന് മുതലേ പറഞ്ഞിട്ട് ചേച്ചി ഉണ്ടാക്കി തരുമോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ്, പിന്നെ എന്നാൽ പിന്നെ പിള്ളേർക്ക് കുടിക്കുകയും ചെയ്യാമല്ലോ. അവർ ഇതുവരെ കുടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിയാവോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ ഇതുവരെ ഒറ്റക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ചുഴലിയിൽ നിന്നായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒപ്പരം ഏട്ടമ്മയോ അമ്മയോ ആരെങ്കിലും ഉണ്ടാവും, അങ്ങനെയാണ് ആക്കൽ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. കൊളാവോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. പിന്നെ ബർത്ത്ഡേ ആയിട്ട് കേക്ക് കട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പം മിനിഞ്ഞാന്നല്ലേ എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കിട്ടിയത്. അതുകൊണ്ട് കേക്കൊന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ഗിഫ്റ്റ് കൊടുത്തു രാവിലെ. പിന്നെന്താ അച്ഛനും കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മക്കും കൊടുത്ത. അച്ഛൻ്റെ ബർത്ത്ഡേ മെയ് 5-നായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് രണ്ടാൾക്കും ഇന്ന് ഗിഫ്റ്റെല്ലാം കൊടുത്തു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി, നമ്മൾ ഹാപ്പി. അപ്പോൾ എന്തായാലും ഞാൻ പായസത്തിൻ്റെ പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. കുറച്ചായിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പിന്നെ സ്പെഷ്യലായിട്ട് ഇന്ന് ഏച്ചീൻ്റെ വക നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഏച്ചി പയ്യന്നൂർ പോയിട്ടായാലും ഏച്ചി വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ ഏച്ചിയുടെ വക സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും, എൻ്റെ വക സ്പെഷ്യൽ മാക്രി പായസം വന്നിട്ട് ഇന്ന് അമ്മക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അകത്തായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ പുറത്താണെങ്കിൽ ട്രെയിനിൻ്റെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഞാൻ പായസം ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. പിന്നെ പിള്ളേരെല്ലാവരും അപ്പുറത്തെല്ലാം ഉണ്ട് കേട്ടോ. അവരുടെ അടുത്ത് നിന്ന് വീഡിയോ എടുത്താൽ ഭയങ്കര സൗണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിലും പിള്ളേരെ സൗണ്ട് തന്നെയാണ് കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ ആയാലും. അതുകൊണ്ട് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യൽ ഇവർ ഉറങ്ങി എണീക്കുന്നതിന് മുന്നെയാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഫുള്ള് ഇവരെ പിന്നെ വോയിസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് പരമാവധി ഞാൻ ഇവർ ഉറങ്ങുന്ന സമയത്താണ് ഇപ്പം പിന്നെ എഡിറ്റ് ചെയ്യാൻ നോക്കൽ. ഉറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ. രാത്രി എന്തായാലും ഇവർ കിടക്കുമ്പോൾ 10-10:30 11 മണിയാവും. ആ സമയത്ത് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും കിടക്കും. പിന്നെ ഇപ്പം രാവിലെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യൽ. അപ്പം എന്തായാലും നമുക്ക് പായസം ഉണ്ടാക്കുന്നതൊന്ന് കണ്ടിട്ട് വന്നാലോ. പായസത്തിനുള്ള അരി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തിരക്കിയരി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. തിരക്കിയരി പറഞ്ഞാൽ മറ്റേ ചോന്ന നമ്മൾ നെല്ല് തിരക്കുന്ന അരിയില്ലേ, അതുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് ഞാൻ പച്ചരിയാണ് എടുത്തിന്. അപ്പോൾ അത് കുറേ സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. ഇനിയിപ്പം കഴുകി വാരിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ വേണ്ട സാധനങ്ങൾ പറയാം. പിന്നെ നമുക്ക് അരിയും വെല്ലം വേണം, ശർക്കര, തേങ്ങ വേണം, ഏലക്കായ് വേണം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ അതിന്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുകയോ വേണേ. ഇനി നമുക്ക് എത്രയും മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിന് ആവശ്യമില്ല വെല്ലം എടുത്തിട്ട് അതൊന്ന് പാവ് കാച്ചണം. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് റെഡി ആയപ്പോൾ ഞാൻ വേഗം തീ കത്തിച്ച് അടുപ്പത്ത് കലം വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് നല്ലോണം ഒന്ന് ചൂടാവണം. ഭയങ്കര വെട്ടിത്തിളക്കണ്ട, എന്നാലും ഒരു തിള വരുന്നത് പോലെ ഒന്ന് ആവണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മയാണ് തീയെല്ലാം കത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഓരോരാളിങ്ങനെ ഹെൽപ്പ് ചെയ്ത് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് അരി അരച്ചുകൊണ്ട് വന്നിട്ടാണ്. ഞാൻ പൊടിക്കുമല്ല കേട്ടോ, നമ്മൾ ദോശക്കെല്ലാം അരക്കുന്ന പോലെ ലൂസാക്കി ഞാൻ അരക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ നല്ലോണം വെള്ളമെല്ലാം ഒഴിച്ച് മിക്സാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വെള്ളം ചൂടാവട്ടെ. അപ്പോൾ കണ്ട അത്യാവശ്യം നല്ല ചൂട് വന്ന് ഇങ്ങനെ ഒരു തിളയിങ്ങനെ വന്ന് തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച നമ്മളെ ഈ മാവ് അല്ലെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് നല്ലോണം ലൂസാക്കി കലക്കിയാലും മതി. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈ ഇളക്കാണ്ട്
ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കൈ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ എനിക്ക് നല്ല കൈവേദനയാണ്. പിന്നെ ഇത് ഇളക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ പിള്ളേരെ ആഗ്രഹമല്ലേ, അവർക്ക് ആക്കി കൊടുക്കണ്ടേ. പിന്നെ പിള്ളേരോട് ഞാൻ ഇളക്കിത്തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല. കാരണം അവർ നമ്മൾ ഇളക്കുന്ന പോലെ ഇളക്കിയിട്ടില്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കൈവേദന സഹിച്ചിട്ട് ഞാൻ തന്നെ ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ അടുത്തേ കൈ കൊണ്ടാണെങ്കിൽ എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ വലിയ ഏലും കിട്ടില്ല. നമുക്ക് വലത്തേ കൈ തന്നെയാണല്ലോ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ പിന്നെ ഒരു ഏലുണ്ടാവുക. അങ്ങനെ ഞാൻ എന്തായാലും ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നല്ല ലൂസ് പരുവത്തിലാണ് ഇത് ഉണ്ടാവുക. ഇത് കുറച്ച് നല്ല കട്ടിയാവുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ ആ ഒഴിച്ച ആ സംഭവം ആ മാവ് വേവണം, അതുവരെ നമ്മളിങ്ങനെ പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പിന്നെ ഉണ്ണിക്കുട്ടൻ വന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല, ഇതിൽ നമ്മൾ സംഭവങ്ങളൊന്നും ചേർത്തില്ല. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടന് ജസ്റ്റ് കയ്യിലൊന്ന് ഉറ്റിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു കുഴക്കട്ടേൻ്റെ ടേസ്റ്റ് ഉണ്ട് ഇതിന് എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കണ്ട കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ തിക്കാവണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൈയെടുക്കാണ്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല തിക്കായി വെന്ത് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പാവ് കാച്ചി വെച്ച വെല്ലമില്ലേ, അത് നമ്മളൊന്ന് പിന്നെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്മൾ പാവ് കാച്ചി കഴിയുമ്പോൾ നമ്മൾ പാവ് കാച്ചുന്നത് തന്നെ അതിൽ കല്ലും മണ്ണും പൊടിയെല്ലാം ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വെല്ലം അതിലേക്ക് ഇട്ടിട്ട് ഇളക്കിയാലും മതി. പക്ഷെ കണ്ട എന്തെല്ലോ പൊടികളും കാര്യങ്ങളും എല്ലാം ആ വെല്ലത്തിൻ്റെ അകത്ത് ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ പാവ് കാച്ചിയിട്ട് പിന്നെ അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെല്ലം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നമ്മളെ ക്യാമറാമാൻ ഉണ്ണിക്കുട്ടനാണ്. അപ്പം അടുപ്പിൻ്റെ മുകളിലെല്ലാം കയറി നിന്നിട്ടാണ് കേട്ടോ അവൻ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അങ്ങനെ വെല്ലം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അരിപ്പയിൽ കണ്ട നിങ്ങൾ അതിൻ്റെ അകത്തെ കല്ലും മണ്ണും പൊടിയെല്ലാം കണ്ട. അപ്പോൾ എന്തായാലും ഇതാ വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വെല്ലം കുറച്ച് കുറഞ്ഞു പോയിന് കേട്ടോ, ഞാൻ പാവ് കാച്ചിയത്. പിന്നെ വേറെ വെല്ലം ഉണ്ടായിട്ടുമില്ല. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് ലേശം വെള്ളമൊഴിച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ തേങ്ങ പാൽ ഒഴിച്ചാലും മതി. ഇതാകുമ്പം ആ തേങ്ങയും കൂടി അതിലിട്ട് കഴിഞ്ഞാൽ അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഏലക്കായും കൂടി ഇടണം. ഏലക്കായ് വാങ്ങാൻ മറന്നു പോയതുകൊണ്ട് ഏലക്കായ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏലക്കായ് ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. അപ്പോൾ ഏലക്കായും കൂടെ ഇല്ലവർ അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക, അതൊന്ന് മിക്സ് ആവുന്നവരെ. പിന്നെ ഇതൊരു തരി ഉപ്പ്, അത് ഒരു കുഞ്ഞ് സ്പൂണാണ് കേട്ടോ. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് ഉപ്പിട്ടത് പോലെയുണ്ട്. ഒരു തരി ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ആ ഉപ്പ് ഇട്ടിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളെ അമ്മക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട്, മാക്കറി പായസം. പിന്നെ ഇതിൽ മധുരം കുറവായതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെല്ലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ മധുരം വേണ്ടേ, അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് അങ്ങനെ ഇളക്കി സെറ്റാക്കി നമ്മളെ മാക്കറി പായസം റെഡി ആയിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ അടുപ്പത്തു നിന്നാണ് ആക്കീനി. അപ്പോൾ ഇനി അത് ഞാൻ നേരെ വാങ്ങിയിട്ട് പിന്നെ അകത്ത് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. പിള്ളേരെല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്, ആയോ എന്ന് ഇതാ ചോദിച്ചുകൊണ്ട് അതിലി നടക്കുന്നുണ്ട്. നമ്മൾ ഉണ്ണിക്കുട്ടൻ എൻ്റെ പുറകെ തന്നെയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നാൽ മാത്രമേ ഞാൻ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഞാനിതതിന് ഏച്ചിക്ക് നെയ്ച്ചോറാക്കാൻ വേണ്ടിയിട്ട് കനൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പോൾ അത് സെറ്റാക്കുമെന്ന്. അങ്ങനെ പായസമെല്ലാം ഉള്ളിൽ കൊണ്ടുവച്ചിട്ടാകുമ്പോൾ അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം വറുത്തിട്ടു. നെയ്യിൻ്റെ അകത്ത് തേങ്ങാക്കൊത്തും വറുത്തിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വേഗം ഞാൻ പിള്ളേർക്ക് ഇതാ തണിയാനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ വെയിറ്റിങ്ങിലാണല്ലോ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം ഞാൻ തണിയാൻ വെച്ചു. അപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ കുളിച്ച് വന്നിട്ട് ഫസ്റ്റ് ഞാൻ ഉണ്ണിക്കുട്ടൻ തന്നെയാണ് കേട്ടോ കൊടുത്തത്. ഓനാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടായത്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്, അപ്പോൾ അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ആ സന്തോഷം കണ്ടാൽ തന്നെ അറിയാമല്ലോ ആ പായസം സൂപ്പറായിരിക്കുന്നു. അവൻ കുടിക്കുന്നത് കണ്ട നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇതാ നന്ദു കുടിച്ചു. നന്ദോടും ഞാൻ ചോദിച്ചു അപ്പം ടേസ്റ്റ് ഉണ്ട് ചോദിച്ചാൽ ആന്ന് പറഞ്ഞിട്ടുണ്ടേ. പുറത്ത് നല്ല മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. അപ്പോൾ ഓരോരാളായിട്ട് ഇങ്ങനെ കുളിച്ച് വരുന്നുണ്ട്. വരുന്നവർക്ക് ഞാൻ പായസം വിളമ്പി കൊടുക്കലായിരുന്നു. അപ്പോൾ ദേവൂട്ടി ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഏച്ചി ഇതാ അടുപ്പത്ത് നമ്മളെ നെയ്ച്ചോറിനുള്ള സെറ്റപ്പെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അരി ഇടാൻ ഏകദേശം ആയിട്ടുണ്ട്. വെള്ളം ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏച്ചി ഇതിലെല്ലാം ഭയങ്കര എക്സ്പേർട്ടാണ്. നെയ്ച്ചോറ്, ബിരിയാണി, ചിക്കൻ കറി അതെല്ലാം ഉണ്ടാക്കാൻ ഏച്ചി ഭയങ്കര എക്സ്പേർട്ടാണ്. ഞാനും ഉണ്ടാക്കും, പക്ഷേ ബിരിയാണി ഞാൻ അങ്ങനെ ഇതുവരെ ആക്കിയിട്ടില്ല. ഒരു പ്രാവശ്യം എങ്ങാനും ആക്കിയിട്ടുണ്ട്, അത് ഞാൻ അന്നേരം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏച്ചി എന്തായാലും ഇതാ ഇടുന്ന് നെയ്ച്ചോറിനില്ലേ അരി ഇട്ടിട്ടുണ്ട്. മറ്റേ ദമ്മിട്ടിട്ട് അങ്ങനെയല്ലാന്ന് കേട്ടോ ഏച്ചി ആക്കൽ. അപ്പം എന്തായാലും അവിടെ സെറ്റായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ അപ്പുക്കുട്ടൻ ഇതാ മേൽനോട്ടം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. എന്തായിന്ന് കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പു കുളിക്കണത്രേ, അതുകൊണ്ട് ഓന് ഞാൻ പായസം കൊടുത്തില്ല. എല്ലാവരും കുളിച്ചിട്ട് വാ, അത് കഴിഞ്ഞിട്ടാകുമ്പം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഓരോരാളായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ആ സമയത്തിന് എനിക്കാണെങ്കിൽ പായസം ചൂടോടെ കുടിക്കണം. ഞാനും പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും എന്തായാലും ചൂടോടെ കുടിക്കാൻ പോവുകയാണേ.
പായസം വെച്ചത് കുറഞ്ഞു പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ടെൻഷനായിരുന്നു. ഞാൻ ആക്കിയിട്ട് കുളമായിട്ടുണ്ടെങ്കിൽ പിന്നെ വെറുതെ സാധനങ്ങൾ വേസ്റ്റ് ആക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരുപാട് അരിയൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. എന്നാലും എല്ലാവർക്കും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അച്ഛന് വെച്ചിട്ടുണ്ടായിനെ. അപ്പോൾ അച്ഛൻ അങ്ങനെ മധുരമൊന്നും കുടിക്കൂല. അച്ഛനൊരു ലേശം ഇങ്ങനെ കുടിച്ചതേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഞാനതെന്ത് ചെയ്തു, ബാക്കി പ്ലേറ്റിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ട് പിറ്റത്തെ ദിവസം നല്ല പുഡിങ് പോലെ അലുവ കഷ്ണം പോലെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിനെ. അപ്പോൾ ഞാനിങ്ങനെ അമ്മേനോട് വർത്താനം പറഞ്ഞുകൊണ്ട് പായസം കുടിക്കുവാണ്. അമ്മ അപ്പുറത്ത്, സത്യം പറഞ്ഞാൽ ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ്. പക്ഷെ അമ്മ കുടിക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, വിട്ടുപോയി. അമ്മ ആ സമയത്ത് അപ്പുറത്തെന്തോ ചിക്കൻ മുറിക്കുന്ന അങ്ങനെ ഉണ്ടായത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ അനുവും സച്ചു എല്ലാം പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർക്കും ഞാൻ പായസം കൊടുത്തു. അവരും ഇതാ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടപ്പെട്ടിനാ? നല്ല അടിപൊളി ടേസ്റ്റുള്ള മാക്രിയാണ്. പത്തനംതിട്ടക്കാർക്ക് ഈ സാധനമേ വേറെയാണ്. നമുക്കിവിടെ ഇത് പായസം. ദേവന് ഇഷ്ടപ്പെട്ടിനാ? ഉണ്ടാക്കിയത് വേറെ ആരുമല്ല, ഞാനും ഗമി ചേച്ചികളാണ്. എൻ്റെ ഹെൽപ്പറായിരുന്നു ഉണ്ണിക്കുട്ടൻ. ഓ ശരിയാ, തേങ്ങ ചിരണ്ടിയത് സച്ചുവാണ്. അപ്പം എൻ്റെ ഹെൽപ്പറായിട്ട് നിന്നത് ഉണ്ണിക്കുട്ടനാണ് കേട്ടാ. പിന്നെ നമ്മൾ സച്ചു എനിക്ക് തേങ്ങ ചിരകി ഹെൽപ്പ് ചെയ്തതിന്, അനുവും തേങ്ങ ചിരകി ഹെൽപ്പ് ചെയ്തതിന് കേട്ടാ. ഉണ്ണിക്കുട്ടൻ വീഡിയോ എടുത്തു തന്നു. പിന്നെന്നാ പഞ്ചസാര എടുത്തുകൊണ്ട് തന്നു, ഉപ്പ് എടുത്തുകൊണ്ട് തന്നു. അങ്ങനത്തെ ഭയങ്കര വലിയ വലിയ ഹെൽപ്പുകൾ ഉണ്ണിക്കുട്ടൻ ചെയ്ത. അത് തള്ളല്. ആ തേങ്ങ അരച്ചത് അനുവാണേ. എൻ്റെ ദേവൂട്ടി സഹായിച്ചിനെ. ദേവൂട്ടിയല്ലേ? ദേവൂട്ടി എന്നാ അമ്മേനെ സഹായിച്ചേ? അമ്മക്ക് അരിപ്പി എടുത്തോണ്ട് തന്നിട്ടില്ലേ? ആ പിന്നെ എല്ലാം ഇടക്ക് തിന്ന് സഹായിച്ചു. ബാക്കി എല്ലാവരും പിന്നെ ഞാൻ ഉണ്ടാക്കിയ മാക്രി കുടിച്ച് സഹായിച്ചു. അങ്ങനെ പായസമെല്ലാം കുടിച്ച് വർത്താനെല്ലാം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഇതാ നെയ്ച്ചോറ് വാങ്ങി ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി അടുപ്പത്തു നിന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നെയ്ച്ചോറെല്ലാം സെറ്റായി, നമ്മളെ ചിക്കൻ കറി റെഡിയായി. നല്ല തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ആയിരുന്നു കേട്ടോ വെച്ചത്. കുറച്ച് ചാറാക്കിയിട്ടാണ് വെച്ചത്. ഈ നെയ്ച്ചോറ് തിന്നുമ്പോൾ എന്തായാലും നല്ലോണം കറി വേണം. അതുകൊണ്ട് കുറച്ച് നല്ല ചാറാക്കിയിട്ട് കണ്ടാൽ നല്ല കളറും നല്ല ചുകന്നുണ്ട്. അപ്പോൾ കണ്ടോ, കുറച്ച് വെള്ളമാക്കിയിട്ടാണ് ആക്കിയത്. എന്താ വെച്ചാൽ കുട്ടികളിങ്ങനെ ചാറ് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചാറാക്കിയിട്ടാണ് വെച്ചേ. അങ്ങനെ പിന്നെ രാത്രി വേഗം നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയെല്ലാം കഴിച്ചിട്ട് പിന്നെ സുഖമായി കിടന്നുറങ്ങിയേട്ടാ. അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ലേ, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതെല്ലാമായിരുന്നു അമ്മേൻ്റെ കുഞ്ഞു ബർത്ത്ഡേ വിശേഷങ്ങൾ, അമ്മക്ക് ഉണ്ടാക്കി കൊടുത്ത ബർത്ത്ഡേ സ്പെഷ്യൽസ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.